രാവിലത്തെ ജോലികളെല്ലാം തീർത്തിട്ട് ദേ ഒരുങ്ങി കെട്ടി ഒന്ന് ടൗണിലേക്ക് പോവുകയാണ്. അങ്ങനെ എൻ്റെ ഒരുക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ 2 പുതിയ ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ, നിങ്ങളോട് പറയാൻ വിട്ടുപോയി. അപ്പോൾ ഈ ചെരുപ്പ് എന്തായാലും ഈ ഡ്രസ്സിനോട് ഏകദേശം മാച്ച് ആയിട്ടുണ്ട്. 2 ചെരുപ്പും ഇച്ചിരി ഹീലുള്ള ടൈപ്പാണ് ഇപ്രാവശ്യം വാങ്ങിയത്. എപ്പോഴും ഫ്ലാറ്റാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ചെരുപ്പാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ ഒരുക്കെല്ലാം കഴിഞ്ഞ് വീടെല്ലാം പൂട്ടി നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഒരേ നടത്താണ് കേട്ടോ, അധികം നടക്കാനൊന്നുമില്ല. എന്നെക്കാളും വലിയ ബാഗും തൂക്കിയിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. ബാഗിൽ കാര്യമായിട്ട് ഒന്നുമില്ല, എന്നാലും എനിക്ക് ഈ ഫ്രീ ആയിട്ട് നടക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ ബാഗ് തൂക്കി നടക്കാനാണ് കേട്ടോ. വൺ സൈഡ് ബാഗ് എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ ഈ ബാഗ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ ബാഗ് ഇട്ട് പുറത്തിറങ്ങുമ്പോൾ അമ്മ എപ്പോഴും ചോദിക്കുന്നത് നിനക്ക് എന്തിന്റെ കേടാന്ന് കേട്ടോ. അമ്മ ബാങ്കിൽ പോയി വരുമ്പോഴേക്കും ഞാനും കുഞ്ഞും കടയിൽ നിന്ന് എന്തോ ഒരു സംഭവം വാങ്ങി കഴിച്ചു കേട്ടോ. ഞങ്ങളുടെ ഏകദേശം പരിപാടി കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായിട്ടോ, അതുകൊണ്ട് തന്നെ വിശപ്പിന്റെ വിളിയൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ടേ. ചായയിലൊന്നും ഒതുങ്ങാത്തതുകൊണ്ട് ചോറ് തന്നെ കഴിക്കാന്ന് വിചാരിച്ചു. മീൻ വറുത്തത് കഴിഞ്ഞു പോയതുകൊണ്ട് മുട്ട ഓംപ്ലേറ്റും വാങ്ങി ചോറ് കഴിച്ചു. അതിനുശേഷം നമ്മൾ അപ്പുണ്ണിനെ സ്കൂളിൽ പോയി കൂട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പൂന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൂൾ ബാർ കയറിയേ. അവനൊരു ചിക്കു ജ്യൂസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മ ഓരോ ചായയും പറഞ്ഞു. നമ്മുടെ കുഞ്ഞുനാണെങ്കിലോ നല്ലൊരു ബൂസ്റ്റും. കഴിക്കാനാണെങ്കിൽ 2 ചിക്കൻ റോൾ പറഞ്ഞിരുന്നു. എനിക്ക് വേണോ വേണ്ടേ വെച്ച് കഴിക്കായിരുന്നു. അപ്പുവാണെങ്കിൽ കഴിച്ചില്ല. അപ്പുന് വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ ആ ചിക്കൻ റോൾ അങ്ങനെ പാർസലാക്കി കേട്ടോ. കുഞ്ഞൊരു പപ്സിന്റെ കുറച്ചൊക്കെ കഴിച്ച്. ഇന്ന് ലോട്ടറിയിൽ 1ാം സമ്മാനം വീണത് നമ്മുടെ അമ്മ ലോട്ടറിയിലാണ്. നമ്മൾ അവിടുന്ന് സ്ഥിരമായിട്ട് ലോട്ടറി ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ. ഫസ്റ്റ് പ്രൈസ് വീണ സന്തോഷത്തിൽ എല്ലാവർക്കും ലഡു ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് 2 ഐസ്ക്രീമും മിഠായി ഒക്കെ വാങ്ങി നമ്മൾ വീട്ടിൽ വന്നിട്ടോ. ടാറ്റാ.